നമസ്കാരം. എന്റെ പേര് മുഹമ്മദ് യാസീൻ നിസാം. ഞാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ചിൽഡ്രൻസ് പാർലമെന്റിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം മുട്ടുമടക്കിയിട്ട് ഇന്നേക്ക് 78 വർഷം. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ദേവിക അനിൽ. ഞാൻ കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് പാർലമെന്റിന്റെ കൾച്ചറൽ മിനിസ്റ്ററാണ്. ഇന്ന് ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾക്ക് ഇന്ത്യയെ പറ്റി അഭിമാനിക്കാൻ ഇന്ത്യ നിരവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്. Quoting Lokmanya Shri Balagangadhar Tilak, Swaraj is my birthright and I shall have it. As we all know, on 15th of August every year, we celebrate the bravery of our forefathers and their gift of freedom as Independence Day of our motherland India. 78 long years ago, thousands laid down their lives so that our country could enjoy freedom in its full aspect on this day. So let us never forget their sacrifices. I wish that our country progress on each and every front. Let us work to make our country a developed, happier and a safer place to live in. I wish you all a happy and proud Independence Day. Jai Hind. Signing off, this is Michelle Prince, Education Minister of KPA Children's Parliament. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൃതശ്രീ ബിജു, KPA ചിൽഡ്രൻസ് പാർലമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രിയാണ്. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മൾ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരെയും രക്തസാക്ഷികളായവരെയും സ്മരിക്കാനും ആദരിക്കാനുമാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ലോകത്തിലെ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും സമ്പത്തും സമാധാനവും നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നമസ്കാരം. എൻ്റെ പേര് രമിഷ പേരാൽ. കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ചിൽഡ്രൻസ് പാർലമെൻറ്റിലെ സ്പീക്കറാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്നേക്ക് 78 വർഷം തികയുന്നു. ഈ ആഘോഷവേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ.